തൃശൂർ ജില്ലയിലെ 30,000 ഏക്കർ കോൾപ്പടവുകളിലെ കൃഷി ചിമ്മിനി അണക്കെട്ടിലെ ജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് കൃഷി ഇറക്കുന്നതിന് മുമ്പേ കോൾപ്പടവ് KLDC കനാലുകളിലെ പോളയും ചണ്ടിയും ഇറിഗേഷൻ വകുപ്പ് നീക്കം ചെയ്യാറുണ്ട്. എന്നാൽ ഇക്കുറി അത് ഉണ്ടായില്ല. മതിയായ ഫണ്ടില്ലെന്നാണ് വിശദീകരണം. ഇതോടെ പോള നിറഞ്ഞ കനാലുകളിൽ നീരൊഴുക്ക് നിലച്ച മട്ടാണ്. ജില്ലയിലെ കൃഷിയുമായി ബന്ധപ്പെട്ട മൺചിറകൾ ഇടുന്നതിനും കോൾച്ചാലുകളിൽ നിന്ന് ചണ്ടി നീക്കം ചെയ്യുന്നതിനുമെല്ലാം 4.5 കോടി രൂപ വേണം. ഇതിൽ 2.5 കോടി രൂപയാണ് ഈ വർഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അനുവദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ കഴിഞ്ഞ വർഷം പാടശേഖര സമിതികൾ ചണ്ടി നീക്കം ചെയ്ത വകയിൽ 85 ലക്ഷം രൂപ കൊടുത്തു തീർക്കാനുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മഴക്കുറവ് മൂലം കോൾ കൃഷിക്ക് ജലലഭ്യത ഉറപ്പിക്കാൻ വലിയ കരുതൽ ഇത്തവണ വേണം. എന്നാൽ കൃഷിക്ക് മതിയായ ഒരു മുന്നൊരുക്കവും ഇറിഗേഷൻ വകുപ്പ് നടത്തിയിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. സർക്കാർ ഇറിഗേഷൻ വകുപ്പിന് മതിയായ ഫണ്ട് നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ജില്ലയിലെ കോൾ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ്. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.